വരു യാത്രയിൽ തണലേകാനിതാ നിൻ സഹനച്ചൂടിൽ കുളിരേകാനിതാ നിന്നുള്ളിൽ നിറയുന്നൊരാശ്വാസമായി നിന്നോവിൽ തഴുകുന്നൊരാനന്ദമായി ഫിദേ ഫിദേ. ഇന്ന് കർത്താവ് ഒരുക്കിയ ദിനമാണ്. നമുക്ക് സന്തോഷിച്ചുല്ലസിക്കാം. സങ്കീർത്തനങ്ങൾ 118-24 വാക്യം. അതേ പ്രിയരെ, ദൈവാത്മാവ് നമുക്കൊരു ദിനം കൂടി തന്നിരിക്കുകയാണ്, ഒരു ദിവസം കൂടി നമുക്ക് അനുവദിച്ചിരിക്കുകയാണ്. ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തെ ആരാധിക്കാനും ദൈവജനത്തിനു വേണ്ടി സഹായം ചെയ്യാനും കരുണയോടെ പരിപാലിക്കാനുമായി കർത്താവ് ഒരുക്കിയ ദിനം നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടു കൂടി ആയിരിക്കാം, സന്തോഷിച്ച് ഉല്ലസിക്കാം. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, നാം ദൈവജനത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു വേലയും നിഷ്പ്രയോജനമായി പോകില്ലെന്ന് ദൈവാത്മാവ് എഴുതി വച്ചിരിക്കുകയാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസ്കാർക്ക് എഴുതപ്പെട്ട 1-ാം ലേഖനത്തിന്റെ 15-58 പറയുന്നു, എൻ്റെ വത്സല സഹോദരങ്ങളെ, നിങ്ങളുടെ ഈ അധ്വാനമൊന്നും വൃഥാവിലാകില്ല, നിഷ്പ്രയോജനമാകില്ല. നിങ്ങളുടെ ജോലി ഒന്നും വൃഥാവിലാകില്ല. അതുകൊണ്ട് നിങ്ങൾ സ്ഥിരചിത്തരും വിശ്വസ്തരുമായിരിക്കണം. അതേ പ്രിയരെ, മത്തായി ശ്ലീഹായുടെ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. ഇത് കണ്ട് ശിഷ്യന്മാർ അവളോട് ദേഷ്യത്തോടെ പറയുകയാണ്, എന്തിനാണ് ഈ പാഴ്ചെലവ്? ദൈവജന ശുശ്രൂഷയ്ക്ക് പോകുമ്പോഴും പ്രാർത്ഥനയ്ക്ക് പോകുമ്പോഴും ധ്യാനത്തിന് പോകുമ്പോഴും തപസ്സെടുക്കുമ്പോഴും ഉപവസിക്കുമ്പോഴൊക്കെ ലോകത്തിന്റെ മക്കൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്, എന്തിനാണ് ഈ ടൈം വേസ്റ്റ് ചെയ്യുന്നത്? പ്രിയ സഹോദരങ്ങളെ, പണ്ട് ഒരു ധ്യാനത്തിൽ കേട്ടൊരു പാട്ടുണ്ട്, ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഭോഷനായി തീർന്നാലും ദൈവത്തിൻ സൃഷ്ടിയിൽ ഞാൻ ശ്രേഷ്ഠനാണെന്ന്. അതെ, ലോകത്തിന്റെ മക്കൾക്ക് ഈ സമയം എല്ലാം പാഴാക്കലാണ്. എന്നാൽ ദൈവത്തിന്റെ മക്കൾക്ക് ഇത് അമൂല്യമായ സമ്പത്ത് ശേഖരിക്കുന്ന ദിവസമാണ് തപസ് ധ്യാനം. പ്രത്യേകിച്ച് നിത്യതയിലേക്കുള്ള പിതാവായ ദൈവത്തോടൊപ്പം ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു കഠിനാധ്വാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ. അതുകൊണ്ട് പ്രിയരെ, ഈ ജോലികളൊന്നും വൃഥാവിലാകില്ല. ഇതറിയാവുന്ന ആ സഹോദരി മറിയം തൻ്റെ വീട്ടിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള 300 ദിനാറ വിലപിടിപ്പുള്ള സുഗന്ധ തൈലമെടുത്ത് ക്രിസ്തുവിൻ്റെ കാൽപാദത്തിൽ ഒഴിക്കുകയാണ്. അവൾക്കറിയാം ക്രിസ്തുവിൻ്റെ മൂല്യം. ഈശോയെക്കുറിച്ച് അവൾക്ക് നല്ലപോലെ ബോധ്യമുണ്ട്. അതുകൊണ്ട് തനിക്കുള്ളത് മുഴുവൻ സമർപ്പിക്കുകയാണ്. കുഞ്ഞുനാൾ മുതൽ നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗാനമാണല്ലോ, നാദാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, യാഗമായി അർപ്പിക്കുന്നു. പൂർണ്ണമായി സമർപ്പണം നടത്തുമ്പോൾ, ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ, ഉപവസിക്കുമ്പോൾ ദൈവം നമ്മളിൽ വലിയ അനുഗ്രഹങ്ങൾ ചൊരിയും. നാം അറിയാതെ ഒരു പെരുമഴ പെയ്യുന്നത് പോലെ അനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബത്തിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കും. നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ കർത്താവ് നമ്മുടെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. സങ്കീർത്തനം 22:3, ഇസ്രായേലിന്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ അവൻ ഉപവിഷ്ടനാകും. എന്നിട്ട് ദൈവം ചെയ്യുന്ന പ്രവൃത്തി എന്തെന്നറിയോ? 1 രാജാക്കന്മാർ 3:13, നാം ചോദിക്കാത്ത നിയോഗങ്ങൾ കൂടെ കർത്താവ് നമുക്ക് സാധിച്ചു തരും. വചനം എഴുതി വെച്ചിരിക്കുകയാണ്, നീ ചോദിക്കാത്തവ കൂടെ ഞാൻ നിനക്ക് തരുന്നു. ഹല്ലേലൂയ. ആകയാൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഒരു ദിവസം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. കർത്താവിനോട് കൂടെ ആയിരിക്കാം, ടു ബി വിത്ത് ജീസസ്. കർത്താവിനെ ആരാധിക്കാൻ, ദൈവജനത്തെ ശുശ്രൂഷിക്കാൻ ദൈവം തന്ന ഈ അനുഗ്രഹം നമ്മൾ മറന്നു പോകരുത്, ഒട്ടും പാഴാക്കി പോകരുത്. ഈ ജോലികളൊന്നും വൃഥാവിലാകില്ല. നിത്യതയിലേക്ക്
പിതാവായ ദൈവത്തോടൊപ്പമായിരിക്കാൻ നമുക്ക് ഈ ഭൂമിയിൽ ദൈവജനത്തിനു വേണ്ടി, ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി അധ്വാനിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ നമുക്ക് ആ വചനം ഏറ്റു പറയാം. നമുക്കെല്ലാവർക്കും സന്തോഷിച്ച് ഉല്ലസിക്കാം. ഇത് കർത്താവ് ഒരുക്കിയ ദിവസമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.